ഹായ്, കേരള കെയർ ഗ്രിഡിൽ പുതിയതായി കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ന്യൂ വേർഷൻസിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ലോഗിൻ ചെയ്ത് ഫെസിലിറ്റി സെലക്ട് ചെയ്യുകയാണെങ്കിൽ എൻകൗണ്ടേഴ്സ് കാണാം. എൻകൗണ്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എൻകൗണ്ടേഴ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഫിൽറ്റർ നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏത് ദിവസത്തെയാണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം നമ്മൾ പോയ എൻകൗണ്ടേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ടുഡേ എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. 6 എൻകൗണ്ടേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. മുകളിൽ തന്നെ അത് എത്ര എണ്ണമാണെന്നുള്ള കൗണ്ട് കാണിക്കും. ഇത് നമുക്ക് കസ്റ്റം റേഞ്ച് ചെയ്ത് ഏത് ദിവസം തൊട്ട് ഏത് ദിവസം വരെ ഉള്ളതെന്ന് നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ടുഡേ, യെസ്റ്റർഡേ അല്ലെങ്കിൽ 7 days ബിഫോർ അങ്ങനെയുള്ള രീതിയിൽ നമുക്കെടുത്ത് നമ്മൾ ചെയ്ത വിസിറ്റിൻ്റെ എണ്ണം നമുക്ക് കാണാൻ പറ്റും. ഇത് ട്രിപ്പിൾ ലൈനിൽ പേഷ്യൻസിനകത്തുള്ള ഓൾ എൻകൗണ്ടേഴ്സാണ്. നമുക്കങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഫെസിലിറ്റിക്കകത്ത് സെലക്ട് ചെയ്ത് എൻകൗണ്ടേഴ്സ് എന്നുള്ള ടാബ് എടുത്ത് എടുക്കാം. പിന്നെയുള്ളതെന്ന് പറയുന്നത് പേഷ്യൻസ് ഇൻഫോർമേഷനിൽ പുതുതായിട്ടൊരു ടാഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റേഷൻ കാർഡിൻ്റെ കളറ് വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്താണ് ഈ ഒരു ടാഗ് വരുന്നത്. സോ ന്യൂ പേഷ്യൻ്റ് രജിസ്ട്രേഷന് വേണ്ടി ഫെസിലിറ്റി സെലക്ട് ചെയ്ത് ട്രിപ്പിൾ ലൈൻ എടുക്കുകയാണെങ്കിൽ പേഷ്യൻസ് ഉണ്ട്. അതിൽ സെർച്ച് പേഷ്യൻസ് കൊടുത്താൽ ഈ പേജ് വരും. ഇവിടെ ആഡ് ന്യൂ പേഷ്യൻ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ രജിസ്റ്റർ ന്യൂ പേഷ്യൻ്റ് എന്നുള്ള ഈ ഒരു ഫോം വിസിബിൾ ആവും. ഇവിടെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ഫോം ഫില്ല് ചെയ്യുക. എമർജൻസി നമ്പറായിട്ട് വേറെ ഏതെങ്കിലും കോൺടാക്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാം. ഇതാണ് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ടാഗ്, പേഷ്യൻ്റ് ടാഗ്. ആഡ് ടാഗ് കൊടുക്കുകയാണെങ്കിൽ മാനേജ് ടാക്സിൽ റേഷൻ കാർഡ് വരും. റേഷൻ കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന 4 കളേഴ്സ് വരും. റേഷൻ കാർഡിൻ്റെ കളർ അനുസരിച്ച് അവിടെ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം പേഷ്യൻ്റ് ടാഗ് ആഡ് ആവുന്നതാണ്. പിന്നെ അഡീഷണൽ ഡീറ്റെയിൽസിൻ്റെ അകത്ത് അഡ്രസ്സ് കൊടുക്കുക. പെർമനൻറ്റ് അഡ്രസ്സ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം. ഇത്രയും കൊടുത്ത് രജിസ്റ്റർ പേഷ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻ്റ് രജിസ്റ്റേർഡായി. ഇതാണ് പേഷ്യൻറ്റിൻ്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് എൻകൗണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എൻകൗണ്ടേഴ്സ് ലിസ്റ്റായി കിടക്കും. ആക്റ്റീവ് എൻകൗണ്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആക്റ്റീവ് എൻകൗണ്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ആവാത്ത എൻകൗണ്ടേഴ്സ് എന്നാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ആവും. കെയറിൻ്റെ കൺസെപ്റ്റിൽ ആക്റ്റീവ് എൻകൗണ്ടേഴ്സ് വരാൻ പാടില്ല എന്നാണ്. നമ്മൾ ഓരോ വിസിറ്റ് കഴിയുമ്പോഴും ആ ഒരു എൻകൗണ്ടർ ക്ലോസ് ചെയ്യാം. പിന്നെ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പേഷ്യൻറ്റിനെ സെർച്ച് ചെയ്ത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്രിയേറ്റ് എൻകൗണ്ടർ കൊടുത്ത് പേഷ്യൻറ്റിന് എൻകൗണ്ടർ കൊടുക്കാവുന്നതാണ്. ഇനി ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ടാഗ് കൊടുത്ത് അവരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം. റീവിസിറ്റിൻ്റെ ടൈമിൽ നമുക്ക് എൻകൗണ്ടറിൻ്റെ കൂടെ പ്രൊഫൈലിൽ ടാഗ് കൂടി കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഫെസിലിറ്റി സെലക്ട് ചെയ്ത് ട്രിപ്പിൾ ലൈൻ എടുക്കുകയാണെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോയിൻമെൻറ്റ്സ് സെലക്ട് ചെയ്താൽ ബുക്ക്ഡ് സ്റ്റേജിൽ നമുക്ക് അന്ന് കാണേണ്ട പേഷ്യൻസിൻ്റെ ലിസ്റ്റ് കാണും. അതിൽ നിന്നും പേഷ്യൻറ്റിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജ് ഓപ്പൺ ആവും. ചെക്ക്ഡ് ഇൻ എന്നുള്ള ബട്ടൺ കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് കൺസൾട്ടേഷൻ കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ട്രിപ്പിൾ ഡോട്ട് ഉണ്ട്. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇന്ന് ഇപ്പോൾ ആ ഒരു പേഷ്യൻറ്റിനെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റ് റീഷെഡ്യൂൾ ചെയ്ത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റാൻ പറ്റും. അതിന് റീഷെഡ്യൂൾ കൊടുത്തിട്ട് എന്താണ് കാണാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്നുള്ളത് നോട്ടിൽ ആഡ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ഈ അപ്പോയിൻമെൻറ്റ് റീഷെഡ്യൂൾ ആവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ഇൻ കൊടുത്ത് സ്റ്റാർട്ട് കൺസൾട്ടേഷൻ കൊടുത്തിട്ട് എൻകൗണ്ടർ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്.
ഈ ഒരു പേജിൽ പേഷ്യൻ്റ് നെയിം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരുടെ പ്രിവ്യൂ കാണാൻ പറ്റും. കോൺടാക്റ്റ് ഇൻഫർമേഷനും ലൊക്കേഷനൊക്കെ ആയിട്ട്. പിന്നുള്ളത് 2 ബട്ടൺസാണ്, പേഷ്യൻ്റ് ഹോമും വ്യൂ പ്രൊഫൈലും. ഇവിടെ പേഷ്യൻ്റ് ഹോം എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവ് എൻകൗണ്ടേഴ്സ് ഉണ്ടെങ്കിൽ ലിസ്റ്റ് ആവും ഈ ഒരു പേജിൽ. അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കതും കാണാൻ പറ്റും. പ്ലസ് ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് എൻകൗണ്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ക്രിയേറ്റ് എൻകൗണ്ടർ കൊടുക്കാം. അല്ലാണ്ടുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആഡ് ടാഗ് ഈ ഒരു ഏരിയയിൽ വിസിബിളാണ്. നമുക്കിവിടെ കൊടുത്ത് ആഡ് ടാഗ് കൊടുക്കുകയാണെങ്കിൽ മാനേജ് ടാഗ് വരും, അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് ഈ പ്രൊഫൈലിൽ നെയിമിൽ ക്ലിക്ക് ചെയ്താൽ വ്യൂ പ്രൊഫൈൽ വരും. വ്യൂ പ്രൊഫൈൽ എടുത്താൽ ജനറൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ഡേറ്റ നമ്മൾ നേരത്തെ കൊടുത്തത് കാണിക്കും. ഇതിൽ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്താൽ പേഷ്യൻ്റ് ടാഗ് ഉണ്ട്. ആഡ് ടാഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മാനേജ് ടാഗ്സിൻ്റെ അകത്ത് റേഷൻ കാർഡ് കാണും. ഒന്നെങ്കിൽ ആ രീതിക്ക് അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് പ്രൊഫൈലിൽ നിന്നോ ഹോമിൽ നിന്നോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കളർ സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ടാഗ് അപ്ഡേറ്റ് ആവുന്നതാണ്. പിന്നെ എൻകൗണ്ടറിൽ തിരിച്ചു വരികയാണെങ്കിൽ ഈ ഒരു പേജിൽ എൻകൗണ്ടർ ആക്ഷൻ എന്ന് പറഞ്ഞ് ബട്ടൺ ഉണ്ട്. ഈ എൻകൗണ്ടർ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റ് എൻകൗണ്ടർ ക്രിയേറ്റ് ചെയ്ത് കയറുകയാണെങ്കിൽ ആ ഒരു എൻകൗണ്ടറിന് ശേഷം നമുക്ക് ആ എൻകൗണ്ടർ ക്ലോസ് ചെയ്യാൻ വേണ്ടി മാർക്ക് ആസ് കംപ്ലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചോസൺ എൻകൗണ്ടേഴ്സ് ആണ്. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ആയിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ആ ഒരു പേഷ്യൻറ്റിന് നടത്തിയിട്ടുള്ള എല്ലാ എൻകൗണ്ടേഴ്സും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു എൻകൗണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ അന്ന് കൊടുത്ത ഡീറ്റെയിൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ ഹിസ്റ്ററി കൊടുക്കാവുന്നതാണ്. അതിൽ കൊടുത്താൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള എല്ലാ സിംറ്റംസും അതുപോലെ ഡയഗ്നോസിസും മെഡിസിൻസും എല്ലാം നമുക്ക് ഈ ഒരു ക്ലിക്കിൽ കിട്ടുന്നതാണ്. പാസ്റ്റ് മെഡിക്കേഷൻ്റെ അകത്ത് മെഡിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിൽ പോയാൽ നമ്മൾ കൊടുത്തിട്ടുള്ള മെഡിസിൻസ് എല്ലാം അപ്പിയർ ആയി വരുന്നതാണ്. നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെയർ റെസ്പോൺസസും നമുക്കിവിടെ കിട്ടുന്നതാണ്. ദെൻ നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഫോംസ് വിസിബിൾ ആവുന്നതാണ്. പിന്നെ ഉള്ളത് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന, അതായത് നമ്മൾ അപ്പോയിൻമെൻറ്റ് ത്രൂ ചെക്ക് ഇൻ ചെയ്ത് സ്റ്റാർട്ട് കൺസൾട്ടേഷൻ കൊടുത്തതും കൊണ്ട് മേളിൽ നമ്മൾ എൻകൗണ്ടർ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റാർട്ട് എൻകൗണ്ടർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് താഴേന്ന് ഏതാണോ ഫോം അത് സെലക്ട് ചെയ്ത് നമുക്ക് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റിലായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് കൂടെ വരും. അത് നെക്സ്റ്റ് വിസിറ്റിനെ കുറിച്ചാണ്. നമ്മളിവിടെ പ്രാക്ടീഷണറിനെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് പ്രാക്ടീഷണറുണ്ട്. പ്രാക്ടീഷണർ ആരാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് ഏത് നേഴ്സാണോ വരേണ്ടത് നെക്സ്റ്റ് വിസിറ്റിൽ നിന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. റീസണും കൊടുക്കുക. അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് എപ്പോഴാണോ അത് സെലക്ട് ചെയ്യുക, സ്ലോട്ട് കൊടുക്കുക, ടൈം കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ്സിൽ ഈ സ്ലോട്ട് ആഡായി വരും. ക്വസ്റ്റ്യൻസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഫോം ആഡാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ അപ്പോയിൻമെൻറ്റിൽ നിന്നെടുത്ത കൺസൾട്ടേഷൻ്റെ എൻകൗണ്ടർ കഴിഞ്ഞു. ഇതിൽ നമുക്കപ്പോൾ സ്റ്റാർട്ട് കഴിഞ്ഞിരുന്നു. ഇതിത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡ് ആക്ഷൻ കൊടുക്കണം. ഏറ്റവും മുകളിലുള്ള ഈ ഒരു ക്വസ്റ്റ്യന് വുഡ് യു ലൈക്ക് ടു ഫിനിഷ് ദിസ് വിസിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ എൻഡ് ആക്ഷൻ കൊടുത്ത് മാർക്കാസ് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അപ്പോയിൻമെൻറ്റ് കംപ്ലീറ്റ് ആവുന്നതാണ്. സോ ഇതൊക്കെയാണ് മെയിൻ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നീട് ന്യൂ റിലീസിൽ വരാൻ പോകുന്നത് ഫോംസ് ആണ്. MLSP ഫോം, വോളണ്ടിയർ ഫോം, DHC ഫോംസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ട്രെയിനിങ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും.